നമസ്കാരം. കേരള രാഷ്ട്രീയത്തിൽ ഏറ്റവും കൂടുതൽ മുഖ്യമന്ത്രിമാരെ സംഭാവന ചെയ്തിട്ടുള്ള ജില്ലയാണ് കണ്ണൂർ ജില്ല. ശ്രീ കെ കരുണാകരൻ, ശ്രീ ഇ കെ നായനാർ, ശ്രീ പിണറായി വിജയൻ എന്നീ ജന്മം കൊണ്ട് കണ്ണൂർക്കാരായവർ കേരളത്തെ ദീർഘകാലം ഭരിച്ചു. ഇതിൽ ശ്രീ കെ കരുണാകരൻ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ തട്ടകമായി സ്വീകരിച്ചത് തൃശൂർ ജില്ലയാണ്. എന്നാൽ കണ്ണൂർ ജില്ലക്കാരനല്ലാത്ത ഒരാൾ കണ്ണൂർ ജില്ലയിൽ വന്നു മത്സരിച്ച് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി മാറി. 1962 മുതൽ 1964 വരെ കേരളം ഭരിച്ച ധീരനായ മുഖ്യമന്ത്രി ശ്രീ ആർ ശങ്കർ ആയിരുന്നു ആ വ്യക്തി. 1957 തെരഞ്ഞെടുപ്പിൽ വിജയിച്ച CPI സ്ഥാനാർത്ഥിയായിരുന്ന കണ്ണൻ ചാലിയത്തിന് ശേഷം കണ്ണൂരിന്റെ ഹൃദയഭൂമിയായ കണ്ണൂർ നിയമസഭാ നിയോജക മണ്ഡലത്തിൽ നിന്നാണ് ആർ ശങ്കർ കേരള നിയമസഭയിൽ എത്തിയത്. കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി ആർ ശങ്കർ മത്സരിച്ച് വിജയിച്ചത് അന്നത്തെ ഏറ്റവും വലിയ വാർത്തയും ഈ മണ്ഡലത്തെ VIP മണ്ഡലമാക്കുകയും ചെയ്തു. അതിനുശേഷം മുസ്ലിം ലീഗിലെ അഹമ്മദ് ഒരു തവണ ഈ മണ്ഡലത്തിൽ നിന്നും വിജയിച്ചു. NK കുമാരൻ, T ഭാസ്കരൻ എന്നിവർ തുടർന്ന് ഈ മണ്ഡലത്തെ പ്രതിനിധാനം ചെയ്തു. T ഭാസ്കരൻ വ്യത്യസ്ത പാർട്ടികളിലും സ്വതന്ത്രനുമായി 4 തവണ കണ്ണൂർ മണ്ഡലത്തെ കേരള നിയമസഭയിൽ പ്രതിനിധീകരിച്ചു. രാഷ്ട്രീയ പോരാട്ടത്തിന്റെ അങ്കക്കച്ച മുറുക്കി ആദ്യമായി ഒരു കോൺഗ്രസ് പോരാളി ഈ മണ്ഡലത്തിൽ മത്സരിച്ചത് 1991 CPM-നെതിരെ സന്ധിയില്ലാ പോരാട്ടം നടത്തി കണ്ണൂർ ജില്ലയുടെ മണ്ണിൽ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് വേണ്ടി അതിശക്തവും സാഹസികവുമായ പോരാട്ടം നടത്തിയ വ്യക്തിയാണ് ദീർഘകാലം കണ്ണൂർ ജില്ലാ കോൺഗ്രസ് പ്രസിഡന്റായിരുന്ന ശ്രീ N രാമകൃഷ്ണൻ. അന്ന് തെരഞ്ഞെടുപ്പ് ഫലം ചാനൽ വാർത്തകളിൽ കണ്ടുകൊണ്ടിരുന്ന ശ്രീ കെ കരുണാകരൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്ന് തന്നെ ആകാംക്ഷയോടുകൂടി ചോദിച്ചു, കണ്ണൂരിൽ രാമകൃഷ്ണനും ഉദുമയിൽ കുഞ്ഞിക്കണ്ണനും ജയിച്ചുവോ എന്ന്. അന്ന് ശ്രീ KP കുഞ്ഞിക്കണ്ണൻ തോറ്റെങ്കിലും NR ശക്തമായ വിജയം നേടി. പിന്നീട് കരുണാകരൻ മന്ത്രിസഭയിൽ അദ്ദേഹം തൊഴിൽ വകുപ്പ് മന്ത്രിയാവുകയും ചെയ്തു. പിന്നീട് തുടർച്ചയായ 3 തെരഞ്ഞെടുപ്പുകളിൽ കണ്ണൂർ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചത് കണ്ണൂരിലെ കോൺഗ്രസിന്റെ സർവസ്വമായി മാറിയ ശ്രീ K സുധാകരനായിരുന്നു. 1996, 2001, 2006 എന്നീ വർഷങ്ങളിൽ തുടർച്ചയായി അദ്ദേഹം കേരള നിയമസഭയെ കണ്ണൂരിൽ നിന്ന് പ്രതിനിധാനം ചെയ്തു. ഒരു വട്ടം അദ്ദേഹം ആന്റണി മന്ത്രിസഭയിൽ വനം വകുപ്പ് മന്ത്രിയാവുകയും ചെയ്തു. ശ്രീ K സുധാകരനെ പിന്നീട് ലോക്സഭയിലേക്ക് മത്സരിപ്പിക്കാൻ പാർട്ടി തീരുമാനിക്കുന്നു. അദ്ദേഹം കണ്ണൂരിൽ നിന്ന് ലോക്സഭയിലേക്ക് വമ്പൻ വിജയം നേടുകയും ചെയ്തു. ആ ഒഴിവിലേക്കാണ് അന്ന് CPM-ൽ നിന്നും കോൺഗ്രസിലേക്ക് എത്തിയ അബ്ദുള്ളക്കുട്ടിയെ സ്ഥാനാർത്ഥിയാക്കി വിജയിപ്പിക്കുന്നത്. അദ്ദേഹം 2 വട്ടം, ഒരു വട്ടം ഉപതെരഞ്ഞെടുപ്പിലും മറ്റൊരു വട്ടവും കണ്ണൂരിൽ നിന്ന് വിജയിച്ചു. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിൽ കടന്നപ്പള്ളി രാമചന്ദ്രനെതിരെ മത്സരിച്ചത് അന്തരിച്ച കോൺഗ്രസിന്റെ പ്രിയപ്പെട്ട നേതാവായിരുന്ന ശ്രീ സതീശൻ പാച്ചേനിയായിരുന്നു. ആദ്യ തെരഞ്ഞെടുപ്പിൽ 1196 വോട്ടിന് പരാജയപ്പെട്ട സതീശൻ അടുത്ത തെരഞ്ഞെടുപ്പിൽ 1745 വോട്ടുകൾക്ക് പരാജയപ്പെട്ടു. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ തുടർച്ചയായ പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്ന സതീശന്റെ തോൽവി കണ്ണൂരിന്റെ ദുഃഖമായി ഇപ്പോഴും നിലനിൽക്കുകയാണ്. 2026 തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഇവിടെ ആരെ മത്സരിപ്പിക്കും എന്നുള്ളതാണ് പ്രധാന വിഷയം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ മണ്ഡലത്തിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി ശ്രീ K സുധാകരന്റെ ഭൂരിപക്ഷം 25,000 വോട്ടായിരുന്നു. 2019 തെരഞ്ഞെടുപ്പിൽ ഇത് 23,000 വോട്ടായിരുന്നു. എടുത്തു പറയേണ്ട കാര്യം, കോൺഗ്രസിൽ നിന്ന് പുറത്തുപോയ രഘുനാഥ് 2019 BJP സ്ഥാനാർത്ഥിക്ക് കിട്ടിയ വോട്ട് ഇരട്ടിയായി വർദ്ധിപ്പിച്ചു എന്നുള്ളതാണ്. അതായത് 9,000-ൽ നിന്ന് 16,000-ആയി വർദ്ധിപ്പിച്ചു. കണ്ണൂർ പിടിക്കുക എന്നത് മലബാറിൽ തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ച് അഭിമാനകരമായിട്ടുള്ള പോരാട്ടമാണ്. അതുകൊണ്ട് തന്നെ ശ്രീ K സുധാകരൻ തന്നെ കണ്ണൂർ നിയമസഭാ മണ്ഡലത്തിൽ നിന്നും മത്സരിക്കണം എന്ന അഭിപ്രായമാണ് പ്രവർത്തകർക്കാകെയുള്ളത്. ലോക്സഭയിലേക്ക് ഒരു ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ സ്ഥാനാർത്ഥി ആരായാലും വിജയിക്കും എന്ന സ്ഥിതി കേരളത്തിലാകെ നിലവിൽ വന്നിട്ടുണ്ട്. പക്ഷേ ഒരു വട്ടം കൂടി ഐക്യജനാധിപത്യ മുന്നണിയുടെ മുന്നണി പോരാളിയായി ശ്രീ K സുധാകരൻ കേരള നിയമസഭയിൽ ഉണ്ടാകണമെന്ന് കണ്ണൂർക്കാർ ആഗ്രഹിക്കുന്നു. പാർട്ടി പറഞ്ഞാൽ മത്സരത്തെക്കുറിച്ച് ആലോചിക്കുമെന്ന്
സുധാകരൻ പറയുകയും ചെയ്തിട്ടുണ്ട്. അതല്ലെങ്കിൽ പുതിയ സാഹചര്യത്തിൽ ഒരു കാലം കണ്ണൂരിനെ നയിച്ച മുല്ലപ്പള്ളി ആയാലും തരക്കേടില്ല. മറ്റൊരു പേര് ഇപ്പോഴത്തെ KPCC സെക്രട്ടറിയും കണ്ണൂരിന്റെ ചുമതല ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള കാലഘട്ടങ്ങളിൽ നിർവഹിക്കുകയും ചെയ്ത അഡ്വക്കേറ്റ് K ജയന്താണ്. ശ്രീ K സുധാകരൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചില്ലെങ്കിൽ കണ്ണൂരിൽ നിന്ന് മത്സരിക്കാൻ ഒറ്റക്കെട്ടായി ഉയർന്നു വന്ന പേരായിരുന്നു ജയന്തിൻ്റെത്. KPCക്കകത്ത് ഒരു ട്രബിൾ ഷൂട്ടർ എന്ന നിലയിൽ പ്രവർത്തിച്ചു വരുന്ന ജയന്തിനെ മത്സരിപ്പിക്കാൻ ഒരുപക്ഷെ സുധാകരൻ തന്നെ മുൻകൈയെടുക്കും. ഒരു കാര്യം ഉറപ്പാണ്, 2-ൽ നിന്ന് 5-ലേക്ക് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സീറ്റുകൾ കണ്ണൂർ ജില്ലയിൽ വർദ്ധിപ്പിക്കണമെങ്കിൽ അതിലേറ്റവും പ്രധാനപ്പെട്ട തുരുപ്പ് ചിട്ടായി നിൽക്കുന്നത് കണ്ണൂർ നിയമസഭാ നിയോജക മണ്ഡലം തന്നെയാണ്. ആ മണ്ഡലത്തെ ഗൗരവത്തോടുകൂടി കണ്ട് സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കേണ്ടത് ഈ ഘട്ടത്തിൽ തന്നെ അനിവാര്യമാണ്.